നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സംഗതി അത്ര സിമ്പിൾ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ടൈം ബോംബിൻ്റെ മുകളിലാണ് കേരളം ഇപ്പോൾ ഇരിക്കുന്നത്. അതിഥി തൊഴിലാളികൾ എന്ന ലേബലിൽ ഇങ്ങോട്ട് വണ്ടി കയറുന്നവരിൽ ബംഗാളിയും ഒഡീഷക്കാരും മാത്രമല്ല, നമ്മുടെ അതിർത്തി കടന്ന് നുഴഞ്ഞു കയറിയ സാക്ഷാൽ ബംഗ്ലാദേശികളും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, തൊണ്ടി സഹിതം പിടികൂടിയ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും നാവൽ ഇൻ്റലിജൻസും ചേർന്ന് പൊക്കിയത് എത്ര പേരെയാണെന്നറിയാമോ? വ്യാജരേഖകളുമായി സുഖമായി കഴിഞ്ഞുകൂടിയ 16 ബംഗ്ലാദേശികളെ. ഇതൊരു ചെറിയ കളിയല്ല. ഇതിൻ്റെ വേരുകൾ എവിടെ ചെന്ന് മുട്ടുന്നു എന്ന് നോക്കിയാൽ ആരുമൊന്ന് ഞെട്ടിപ്പോകും. നമ്മുടെ നാടിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഈ വലിയ നുഴഞ്ഞുകയറ്റത്തിൻ്റെ അന്തർനാടകങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. കൊച്ചി കപ്പൽശാലയിൽ UK വേണ്ടി വലിയൊരു കപ്പലിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകളിലൊന്നാണ് ഈ ഷിപ്പ്യാർഡ്. ഒരു ദിവസം ഈ കപ്പലിൻ്റെ വലിയൊരു ഉരുക്ക് ഷീറ്റിൽ മൂർച്ചയുള്ള എന്തോ ഒരു വസ്തു വെച്ച് വളരെ ചെറുതായി ഒരാളൊരു വാചകം എഴുതി വച്ചിരിക്കുന്നു: ഐ ലവ് പാകിസ്ഥാൻ. ദേശീയ സുരക്ഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ബാധിക്കുന്ന ഇത്തരമൊരു സംഭവം കപ്പൽശാലയ്ക്കുള്ളിൽ നടന്നതോടെ നാവികസേനയുടെ രഹസ്യാന്വേഷണ വിഭാഗം കളനിറഞ്ഞു. ദിവസവും 250 മുതൽ 300 വരെ തൊഴിലാളികളാണ് ഈ കപ്പലിൻ്റെ പണിക്ക് വരുന്നത്. ഇതിൽ ഭൂരിഭാഗവും പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് രേഖകളിലുള്ളത്. എന്നാൽ ഈ കൂട്ടത്തിൽ രാജ്യദ്രോഹ ചിന്താഗതിയുള്ള ആരെങ്കിലും ഒളിഞ്ഞു കടന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ നേവൽ ഇൻ്റലിജൻസ് ഒരു രഹസ്യ ഓപ്പറേഷൻ തുടങ്ങി. ആ അന്വേഷണമാണ് ഒടുവിൽ കേരളത്തിലെ വലിയൊരു ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റ റാക്കറ്റിൻ്റെ തലപ്പത്തേക്ക് ചെന്നെത്തിയത്. നാവികസേന കൈമാറിയ അതീവ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എറണാകുളത്ത് വലവിരിച്ചത്. കൃത്യമായ നിരീക്ഷണത്തിനൊടുവിൽ അവർ ചെന്നെത്തിയത് തൃപ്പൂണിത്തറ, എരൂർ, കോഴിവെട്ടുവിളയിലെ 2 വാടക വീടുകളിലാണ്. പുറം ലോകത്തിനു മുന്നിൽ ഇവർ കൊച്ചി ഷിപ്പ്യാർഡിലും മറ്റും നിർമ്മാണ മേഖലകളിലും പണിയെടുക്കാൻ വന്ന പാവം അതിഥി തൊഴിലാളികളായിരുന്നു. എന്നാൽ പുലർച്ചെ ATS സംഘം ഈ വീടുകൾ വളഞ്ഞ് ഇവരെ കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഉദ്യോഗസ്ഥർ പോലും അന്തം വിട്ടുപോയത്. പിടിയിലായ 16 പേരുടെയും പക്കൽ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന ആധാർ കാർഡുകളും വോട്ടർ ID-കളും ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിലെ വിലാസങ്ങളിലാണ് ഇവ ഉണ്ടായിരുന്നത്. വിശദമായ ശാസ്ത്രീയ ചോദ്യം ചെയ്യലിലും വിരലടയാള പരിശോധനകളിലും ഇവർ ബംഗ്ലാദേശ് പൗരന്മാരാണെന്നും ഇന്ത്യൻ അതിർത്തി വഴി അനധികൃതമായി രാജ്യത്തേക്ക് കടന്നവരാണെന്നും വ്യക്തമായി. തത്വമയി ന്യൂസ് ഈ വിവരം നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. RP ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ഒരു ജില്ലയിൽ നിന്ന് മാത്രം 16 പേർ പിടിയിലാണെങ്കിൽ സംസ്ഥാനമൊട്ടാകെ പരിശോധിച്ചാൽ ഈ സംഖ്യ എവിടെയെത്തും? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ബംഗ്ലാദേശികൾ കൂട്ടത്തോട് കേരളത്തിലേക്കും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും വണ്ടി കയറുന്നത്? അതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. പശ്ചിമ ബംഗാളിൽ സമീപകാലത്തുണ്ടായ ഭരണപരമായ കടുംപിടുത്തങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും കാരണം ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. പലരും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതരായി. എന്നാൽ ബംഗ്ലാദേശിലും ഇന്ത്യയിലുമായി പലവിധ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കൊടും കുറ്റവാളികളായ ചിലർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഭയമായിരുന്നു. അവിടെയാണ് അവർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടത്. പ്രത്യേകിച്ചും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാർ വിലയിരുത്തി. വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വോട്ടർമാരെ പ്രീണിപ്പിക്കാനുള്ള ഭരണകൂടങ്ങളുടെ നിലപാടുകളും കാരണം ഇത്തരം സംസ്ഥാനങ്ങളിൽ കർശനമായ പോലീസ് പരിശോധനകൾ ഉണ്ടാകാറില്ല എന്ന് ഇവർക്കറിയാം. കേരളം, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വൻകിട കെട്ടിട നിർമ്മാണ മേഖലകളാണ് ഇവരിപ്പോൾ താവളമാക്കിയിരിക്കുന്നത്. നിർമ്മാണ കരാറുകാർക്ക് കുറഞ്ഞ കൂലിക്ക് പണിക്കാരെ കിട്ടിയാൽ മതി. അവരുടെ പശ്ചാത്തലമോ വംശീയതയോ നോക്കാൻ ആരും നിൽക്കാറില്ല. ഈ പഴുതാണ് രാജ്യദ്രോഹികളും ക്രിമിനലുകളുമായ ബംഗ്ലാദേശികൾ കൃത്യമായി ഉപയോഗിക്കുന്നത്. കേരളത്തിലേക്ക് ഇത്തരത്തിൽ വ്യാജരേഖകളുമായി ആളുകൾ കടന്നുകൂടുന്നത് നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. കൊച്ചി കപ്പൽശാല, നേവൽ ബേസ് തുടങ്ങിയ തന്ത്രപ്രധാന സൈനിക മേഖലകളിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കാൻ ഇവർക്ക് എളുപ്പം സാധിക്കുന്നു. നാട്ടിൽ കൊള്ളയും കൊലപാതകവും നടത്തി വ്യാജവിലാസത്തിൽ മുങ്ങുന്ന ഇവരെ കണ്ടെത്തുക പോലീസിന് അസാധ്യമായി മാറും. വ്യാജ
ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും എടുത്ത് വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും തീവ്രവാദ ഫണ്ടിങ്ങിനും ഇവർ തുനിയുന്നു. തദ്ദേശീയരായ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനൊപ്പം ഭാവിയിൽ വലിയ സാമൂഹിക അസ്വസ്ഥതകൾക്കും ഇത് കാരണമാകും. നമ്മുടെ നാട്ടിൽ വരുന്ന അതിഥി തൊഴിലാളികളെ മുഴുവൻ സംശയനിഴലിൽ നിർത്തണമെന്നല്ല ഇതിനർത്ഥം. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉപജീവനത്തിനായി വരുന്ന പാവപ്പെട്ട തൊഴിലാളികൾ നമുക്ക് വേണം. എന്നാൽ ആ ലേബൽ ഒട്ടിച്ചു വരുന്നത് ആരാണെന്ന് കൃത്യമായി പരിശോധിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും പോലീസിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുണ്ട്. തൊഴിലാളികളെ താമസിപ്പിക്കുന്ന വാടക വീടുകളുടെ ഉടമസ്ഥർ അവരുടെ കൃത്യമായ തിരിച്ചറിയൽ രേഖകൾ വാങ്ങി പോലീസിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം ഇവിടെ നിലവിലുണ്ട്. എന്നാൽ എത്ര പേർ അത് പാലിക്കുന്നുണ്ട്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നുഴഞ്ഞുകയറ്റക്കാർക്ക് കുടപിടിക്കുന്ന സമീപനം ഇനിയെങ്കിലും ഭരണാധികാരികൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ നാളെ നമ്മുടെ സ്വന്തം നാടിൻ്റെ സുരക്ഷ തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതിഥി തൊഴിലാളികളുടെ മറവിലെത്തുന്ന ഇത്തരം രാജ്യദ്രോഹികളെയും ക്രിമിനലുകളെയും തിരിച്ചറിയാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല എന്നതാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രീണന നയങ്ങളാണ് ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർക്ക് കേരള മണ്ണിൽ സുരക്ഷിതമായി താവളമൊരുക്കാൻ അധികാരികളെ പ്രേരിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും BJP സർക്കാർ അതിർത്തി സുരക്ഷ ശക്തമാക്കുകയും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് അവർക്ക് രാഷ്ട്രീയമായി കുടപിടിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കേരളവും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ സംഘങ്ങൾ കൂട്ടത്തോടെ വണ്ടി കയറാൻ തുടങ്ങിയത്. കേരളത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരാണ് യഥാർത്ഥ ഇന്ത്യൻ പൗരൻ, ആരാണ് അതിർത്തി കടന്നു വന്ന ബംഗ്ലാദേശി എന്ന് കൃത്യമായി വേർതിരിക്കാനുള്ള ഒരു ശാസ്ത്രീയ സംവിധാനവും പോലീസിൻ്റെ പക്കലുമില്ല. പലപ്പോഴും തദ്ദേശീയരായ ഭരണകക്ഷി നേതാക്കളുടെ ഒത്താശയോടെ ഇവർക്കിവിടെ റേഷൻ കാർഡും വോട്ടർ പട്ടികയിൽ പേരും വരെ സംഘടിപ്പിച്ചു നൽകാൻ പ്രാദേശികമായി വലിയൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ കുറ്റകരമായ അനാസ്ഥയുടെയും അലസതയുടെയും ഒടുവിലത്തെ ഉദാഹരണമാണ് കൊച്ചിയിൽ ഇപ്പോൾ പിടിക്കപ്പെട്ട 16ഓളം വരുന്ന ബംഗ്ലാദേശികൾ. കേവലം ഉപജീവനത്തിനായി വരുന്ന പാവപ്പെട്ട തൊഴിലാളികളല്ല ഇവരെന്നും പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായപ്പോൾ അവിടെ ഒളിച്ചു വെച്ചിരുന്ന ക്രിമിനൽ പശ്ചാത്തലവും തീവ്രവാദ ബന്ധങ്ങളും മൂടിവെക്കാൻ കേരളത്തെ സുരക്ഷിത താവളമാക്കിയ കൊടും കുറ്റവാളികളാണ് ഇവരെന്നും നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ ഭരണാധികാരികൾ സ്വന്തം കസേരയും വോട്ടും മാത്രം ലക്ഷ്യമിട്ട് രാജ്യസുരക്ഷയെ പണയം വെക്കുമ്പോൾ അത് തകർക്കുന്നത് കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മലയാളികളുടെ സമാധാനമുള്ള ജീവിതത്തെയാണ്. ഇനിയെങ്കിലും ഈ നിസ്സംഗത അവസാനിപ്പിച്ച് ഓരോ അതിഥി തൊഴിലാളികളുടെയും പശ്ചാത്തലവും അവരുടെ ബയോമെട്രിക് വിവരങ്ങളും കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കൊച്ചി കപ്പൽശാല പോലെ രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സൈനിക പ്രതിരോധ നിർമ്മാണ കേന്ദ്രത്തിൽ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് വെറുമൊരു നിസാര സംഭവമായി തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ അന്തർവാഹിനികളും വിമാനവാഹിനി കപ്പലുകളും ഉൾപ്പെടെ നിർമ്മിക്കുന്ന അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖലയ്ക്കുള്ളിൽ കയറി ഒരു വിദേശ പൗരൻ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതി വയ്ക്കണമെങ്കിൽ ഇവിടെ എത്രത്തോളം വലിയ സുരക്ഷാ പാളിച്ചയാണ് നിലനിൽക്കുന്നതെന്ന് നാം ചിന്തിക്കണം. ദിവസവും നൂറുകണക്കിന് കരാർ തൊഴിലാളികൾ വന്നു പോകുന്ന കപ്പൽശാലയിൽ കേവലം ഒരു താൽക്കാലിക ഏജൻസി നൽകുന്ന തിരിച്ചറിയൽ കാർഡിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പ്രവേശനം നൽകുന്നത്. അവരുടെ കയ്യിലുള്ള ആധാർ കാർഡുകൾ വ്യാജമാണോ അതോ ഒറിജിനലാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും കപ്പൽശാലയുടെ ഗേറ്റുകളിൽ ഇല്ല എന്നത് ലജ്ജാകരമാണ്. പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ എഴുതുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്ക് നാളെ കപ്പലിൻ്റെ നിർമ്മാണ രേഖകളോ അതീവ രഹസ്യ സ്വഭാവമുള്ള പ്രതിരോധ വിവരങ്ങളോ ചോർത്തി വിദേശ ഏജൻസികൾക്ക് നൽകാൻ എത്ര എളുപ്പമായിരിക്കും. ഇത് വെറുമൊരു തൊഴിൽ തർക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ വികൃതിയോ ആയി കാണാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണിത്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നിയന്ത്രിക്കപ്പെടുന്ന തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സജീവമാണെന്നതിൻ്റെ കൃത്യമായ സൂചന കൂടിയാണിത്. നേവൽ ഇൻ്റലിജൻസിൻ്റെ കൃത്യമായ സമയത്തുള്ള ഇടപെടലും NIA പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണവും ഇല്ലായിരുന്നു എങ്കിൽ ഈ വൻ നുഴഞ്ഞുകയറ്റം ഒരിക്കലും വെളിച്ചത്ത് വരില്ലായിരുന്നു. കേരളത്തിലെ പ്രാദേശിക പോലീസും ഇൻ്റലിജൻസും പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ നേരിട്ടിടപെടുകയും കപ്പൽശാലയിലെയും പരിസരങ്ങളിലെയും മുഴുവൻ കരാർ ജീവനക്കാരുടെയും പശ്ചാത്തല പരിശോധന കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വീണ്ടും ചെയ്യിക്കുകയും വേണം. കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലകളിലും ഹോട്ടൽ രംഗത്തും കൃഷിപ്പണികളിലും ഇന്ന് ഭൂരിഭാഗവും ഇത്തരം വ്യാജ അതിഥി തൊഴിലാളികളാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ ഇവർ തയ്യാറാകുന്നത് കൊണ്ട് വലിയ ലാഭം കൊയ്യാൻ നോക്കുന്ന കരാറുകാർ തദ്ദേശീയരായ തൊഴിലാളികളെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നതിന് തുല്യവുമാണ്.
അതിലുപരിയായി വ്യാജവിലാസങ്ങളിൽ നിർമ്മിച്ച ആധാർ കാർഡുകൾ ഉപയോഗിച്ച് ഇവർ ഇവിടെ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുകയും മൊബൈൽ സിം കാർഡുകൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ഹവാല ഇടപാടുകൾക്കും മയക്കുമരുന്ന് മാഫിയകൾക്കും വലിയ രീതിയിൽ സഹായകമാകുന്നു. കേരളത്തിൽ അടുത്ത കാലത്തായി നടന്ന പല വലിയ കൊള്ളകൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ ഇത്തരം കൃത്യമായ രേഖകളില്ലാത്ത അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. ഒരു കുറ്റകൃത്യം ചെയ്താൽ ഇവർ നേരെ ബംഗാൾ അതിർത്തി വഴി ബംഗ്ലാദേശിലേക്ക് കടക്കും. പിന്നീട് ഇവരെ കണ്ടെത്തുക എന്നത് കേരള പോലീസിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കേരളത്തിലെ ജനസംഖ്യ അനുപാതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ സംസ്കാരത്തിനും സമാധാനപരമായ അന്തരീക്ഷത്തിനും വലിയ പോറലേൽപ്പിക്കാനും ഈ അനിയന്ത്രിതമായ കുടിയേറ്റം കാരണമാകുന്നുണ്ട്. നമ്മൾ ഇനിയും മതേതരത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പേര് പറഞ്ഞ് ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് നേരെ കണ്ണടച്ചിരുന്നാൽ ഭാവിയിൽ നമ്മുടെ സ്വന്തം മണ്ണിൽ നമ്മൾ അഭയാർത്ഥികളായേണ്ടി വരുന്ന ഒരു ഭീകരമായ അവസ്ഥയുണ്ടാകും എന്നത് സത്യമാണ്. അതുകൊണ്ട് ഓരോ പൗരനും സ്വന്തം വാർഡുകളിലും വീട്ടുപരിസരങ്ങളിലും താമസിക്കുന്ന അതിഥി തൊഴിലാളികളെക്കുറിച്ച് കൃത്യമായ ജാഗ്രത പുലർത്തുകയും സംശയാസ്പദമായ നീക്കങ്ങൾ കണ്ടാൽ ഉടനടി സുരക്ഷാ ഏജൻസികളെ അറിയിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യത കൂടിയാണ്. കൊച്ചിയിലെ ഈ അറസ്റ്റുകൾ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.